ഉപ്പുകണ്ടം ബ്രദേഴ്സ് ആക്ഷൻ സിനിമയാണ്. പക്ഷേ നർമ്മത്തിൽ ചാലിക്കുന്ന കഥയും കൂടെ ആയപ്പോൾ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ലെവലായി. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലന്മാരായിട്ടുള്ള ആൾക്കാരെയും പ്രധാന കഥാപാത്രമായിട്ട് വന്നിരിക്കുന്ന സിനിമയാണ് ഉപ്പുകണ്ടം ബ്രദേഴ്സ്. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ആൾക്കാരുടെ ചിന്താഗതി ആദ്യമേ വരുന്നത് ബാബു ആൻ്റണി ഒരു ജിപ്സിയുടെ മുകളിലേക്ക് ചാടിക്കയറുകയും പ്രശ്നത്തിലകപ്പെട്ടവരെ രക്ഷിക്കാനായിട്ട് ചാടി മറിഞ്ഞിട്ടുള്ള കരോട്ട സ്റ്റൈലിലുള്ള ഉഗ്രൻ കിക്കുമാണ്. എസ് സുരേഷ് ബാബുവിൻ്റെ സിനിമയായതുകൊണ്ടും അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു വിഭാഗത്തിൽ കീരിക്കാടൻ ജോസും ക്യാപ്റ്റൻ രാജുവും സിദ്ദിഖും ജഗദീഷും ബൈജുവും, മറ്റേ സൈഡിൽ ഭീമൻ രഘുവും രാജംബീതവും ടോണിയെ പോലുള്ള നടന്മാരും. സിനിമയുടെ തുടക്കം മുതലേ സീൻ ബൈ സീൻ പരിശോധിച്ചു കഴിഞ്ഞാൽ ഉഗ്രൻ നർമ്മത്തിൽ ചാലിച്ചിട്ടുള്ള സിനിമയുടെ കൂടെ ആക്ഷൻ്റെ ഉഗ്രൻ സംഗതിയും കൂടെ ആയപ്പോഴത്തേക്കും പ്രേക്ഷകർക്ക് കൈയടിക്കാൻ പാകത്തിലുള്ള അവസ്ഥയായി. അതിൽ ജഗദീഷും ബൈജിയും കൂടെയുള്ള കോംബോ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ടോണിയുമായിട്ടുള്ള അവരുടെ രാജംബീദേവ് ഭീമൻ രഘുവുമായിട്ടുള്ള സംഘടന ലെവലും പ്രതാപോധനമായിട്ടുള്ള ലെവലും ഒക്കെ ഏറ്റവും മനോഹരമായിട്ടാണ് സംവിധാനം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഇവരുടെ ഇടയിലേക്ക് ബാബു ആൻ്റണിയുടെ വരവും പോക്കും പ്രേക്ഷകരെ അത്രത്തോളം ത്രസിപ്പിക്കുന്ന ഒരു ലെവലായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം തലമുടി നീട്ടി വളർത്തിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ചെറുപ്പകാലത്തിലുള്ള ലുക്കും കൂടെ ആയപ്പോഴത്തേനും പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ലെവലുമായി. ആക്ഷൻ തമാശ എന്ന ലെവലിൽ പോകുന്ന സിനിമയിലേക്ക് ഫിലോമിനയുടെയും ജഗതിയുടെയും റോളും കൂടെ ആയപ്പോൾ ആൾക്കാർക്ക് പൊട്ടിച്ചിരിക്കാനുള്ള വകയായി. ആ ഇലക്ഷൻ പ്രചരണം തന്നെ അതിൻ്റെ ഉദാഹരണം. അതിൻ്റെ കൂടെ എതിർ ഗ്യാങ്ങിന് തമാശയുമായിട്ട് സൈനുദ്ദീനും. സിനിമയിലെ ഏറ്റവും ഹൈറ്റുള്ള 3 പേർ ബാബു ആൻ്റണിയും ക്യാപ്റ്റൻ രാജുവും കീരിക്കാടൻ ജോസും. ഇന്നത്തെ കാലത്ത് വലിയ ബഡ്ജറ്റിൽ എടുക്കുന്ന സിനിമയെക്കാട്ടിലും മനോഹരമായിട്ട് ലോ ബഡ്ജറ്റിൽ ഇത്രയും ഒരു സിനിമ അണിയിച്ചൊരുക്കാൻ കഴിയുമെന്നുള്ളതും ആ കാലത്ത് പ്രേക്ഷകർക്ക് മനസ്സിലായി. വലിയ ബഡ്ജറ്റുള്ള സിനിമയെക്കാട്ടിലും വലിപ്പം ഉപ്പുകണ്ടം ബ്രദേഴ്സിന് തോന്നിയിരുന്നു. കണ്ടിരിക്കുന്ന പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന പോലെയായിരുന്നു ആ സിനിമയുടെ പോക്ക്. എവിടെ അടി പൊട്ടണമെന്ന് തോന്നുന്നിടത്ത് അവിടെ അടി പൊട്ടിപ്പോകുമായിരുന്നു. എസ് സുരേഷ് ബാബുവിൻ്റെ കോട്ടയം കുഞ്ഞച്ചൻ, കിഴക്കൻ പത്രോസ് അതേ പാറ്റേണിൽ വന്നിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ഉപ്പുകണ്ടം ബ്രദേഴ്സ്. ബാബു ആൻ്റണിക്ക് നായക നിരയിലേക്ക് എത്താനായിട്ട് ഏറ്റവും സഹായിച്ച സിനിമ കൂടിയായിരുന്നു ഉപ്പുകണ്ടം ബ്രദേഴ്സ്. വളരെയധികം അന്നത്തെ കാലത്തെ യുവാക്കൾ ബാബു ആൻ്റണിയുടെ ഹെയർ സ്റ്റൈലിനെ അനുകരിച്ചതും ഇതുപോലുള്ള സിനിമകൾ കൂടിയായിരുന്നു. പിന്നീട് തുടർച്ചയായിട്ട് ബാബു ആൻ്റണിയുടെ നായക കഥാപാത്രങ്ങളെ പിന്നീടുള്ള വർഷങ്ങളിൽ കാണുവാനായിട്ട് സാധിച്ചു. ഉപ്പുകണ്ടം ബ്രദേഴ്സ് ആ സമയത്ത് ഏറ്റവും വലിയ വിജയം നേടിയ സിനിമയുമായിരുന്നു.